ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇവിടെ ആദ്യം തന്നെ 3 ഒറക്കിൾ കാർഡാണ് എടുക്കാൻ പോകുന്നത്. ഒന്ന് ഹാമർ, രണ്ടാമത്തത് ഹാർട്ട് ബ്രോക്കൺ, മൂന്നാമത്തത് ദ ചേസർ. ഇവിടെ നിങ്ങൾ കഠിനമായ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഹാമർ എന്നത് നിങ്ങളെ ബാധിക്കുന്ന തീവ്രമായ വികാരങ്ങളായിരിക്കാം. ഹാർട്ട് ബ്രോക്കൺ അറിയാമല്ലോ. ചേസർ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ ആരെയോ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറുമായി നല്ല ബന്ധമായിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രസൻറ്റിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായി എന്ന് കാണുന്നു. എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉടലെടുത്തതായി പറയുന്നുണ്ട്. പോകെ അതായത് ഫ്യൂച്ചറിൽ ഈ ബന്ധത്തിൽ ഒരു കുടുങ്ങിയ അവസ്ഥ. ഓക്കെ, നിങ്ങളുടെ ബന്ധം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അഡ്വൈസായിട്ട് ടാരറ്റ് എന്താണ് പറയണമെന്ന് നോക്കാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഈ കാർഡ് പറയുന്നത് ബുദ്ധിപരമായി ചിന്തിക്കാനാണ്. ഇതിലൊരു ഫെമിനൈൻ എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഈ ബന്ധത്തിലെ സ്ത്രീ എന്ന് പറയുന്നത് നല്ല ബുദ്ധിമതിയായ സ്വതന്ത്രയായ സ്ത്രീ ആണ് എന്നാണ്. ഈ ബന്ധത്തിലെ സ്ത്രീ നിങ്ങളാണ് എങ്കിൽ നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു ബുദ്ധിമതിയായ സ്ത്രീയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പല ആൾക്കാർ കാണുന്നത് കൊണ്ട് പല രീതിയിൽ നമുക്ക് ഇത് വ്യാഖ്യാനിക്കാം. ഇവിടെ ഒരു പരമ്പരാഗത സ്ഥിരതയുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളൊരു സ്ഥിരതയുള്ള ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ട്രഡീഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രഡീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഘട്ടം ആരംഭിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായി പുതിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും എന്നും പറയാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധിന്യായം ഉണ്ടാകുമെന്നാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി രണ്ടു പേർക്കും കിട്ടത്തക്ക വിധത്തിൽ, പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒക്കെ ഒരു ന്യായമായ തീരുമാനം ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ജഡ്ജ്മെൻ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ബന്ധത്തിലുള്ളവർ വിവാഹിതരാണ്. ചിലർക്ക് കുട്ടികളുമുണ്ട്. മറ്റു ചിലർക്ക് ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരാകാം. ആ റിലേഷൻഷിപ്പിലായിരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുമാകാം. നിങ്ങൾ സിംഗിളാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ സമൃദ്ധി പൂർത്തീകരണം, ഒരു കുടുംബമാകണം, അത് സ്ഥിരമായി വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നല്ലപോലെ ഡൗൺ ആണ്. രാത്രി ഉറക്കം പോലുമില്ലാത്ത അവസ്ഥ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഉത്കണ്ഠ, ഭയം എന്നിവ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാലോ എന്നുള്ളൊരു ചിന്തയുമുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നും പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സ്, അതായത് ഈ കാണുന്ന ആൾക്ക് ടാരോട്ട് പറയുന്നതെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുമ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും, എന്നാൽ നിങ്ങൾ ഫോക്കസ്ഡായി കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇവിടെ അഡ്വൈസ് എന്ന രീതിയിൽ പറയുന്നത് ആരോടെങ്കിലും അഡ്വൈസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്
അഡ്വൈസ് തരാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരോട് ചോദിക്കാമെന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോകാം. നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുക്കുക, അതിനുശേഷം അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. ഇതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജി, ടോട്ടൽ ഒരു എനർജി, ഈ റീഡിങ്ങിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു വാക്കവേ സ്റ്റേജിലാണ്. ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇതിൽ കൂടുതലായിട്ടും കാണുന്നത്. ഒരു വിഡ്രാവൽ സീനാണ്. അതാണ് മൊത്തത്തിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബന്ധത്തിൽ ആദ്യം നല്ല രീതിയിൽ തുടങ്ങിയൊരു ബന്ധമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഇതിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ടിരിക്കുന്നതാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. ടാരോട്ട് പറയുന്നു, കാണുന്നവരാരായിരുന്നാലും ഈ ബന്ധത്തിനെക്കുറിച്ച് ആരോടെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കാം എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഈ ബന്ധത്തിൽ കാണുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻ്റ് എന്തായാലും ഈ ബന്ധത്തിലുണ്ടാകും, വിധിന്യായം ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ ഇത് ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുമായിരിക്കും. എന്തായിരുന്നാലും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഡൗൺ ആണ്. ഓക്കെ, ടാരോട്ട് പറയുന്നത് ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും, പക്ഷെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമെന്നാണ്. മൊത്തത്തിലൊരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു ബിട്രായൽ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഈ ഒരു എനർജിയാണ് ഈ ഒരു ബന്ധത്തിനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.